ശ്രോതാക്കളായ എല്ലാ ദൈവമക്കൾക്കും ദൈവമരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. യൂട്യൂബിൽ കൂടി നിങ്ങൾ ക്രോണോളജിക്കൽ ഓർഡറിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഉപമയുടെ 8ാമത്തെ സെക്ഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇത് 8ാമത്തെ ഉപമയാണ്. ലൂക്കോസിന് സുവിശേഷം 12-ാം അധ്യായം 34 മുതൽ 41 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അത് വിശദീകരിച്ചിരിക്കുന്നത്. ഉണർന്നിരിക്കുന്ന ദാസന്മാർ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. എങ്ങനെ ഉണർന്നിരിക്കണം, എന്തിനു വേണ്ടി ഉണർന്നിരിക്കണം, പ്രൈസറോട് കർത്താവിൻ്റെ വരവിൽ എന്ത് സംഭവിക്കുന്നു. കള്ളൻ, ഇതിനകത്തിൽ ഞാനൊരു വാക്യം കൂടെ വായിക്കുന്നു. 39-ാമത്തെ വാക്യം, കള്ളൻ ഇന്ന നാഴികയ്ക്ക് വരുന്നു എന്ന് വീട്ടുടയവൻ അറിഞ്ഞിരുന്നു എങ്കിൽ അവൻ ഉണർന്നിരുന്ന് തൻ്റെ വീട് തുറപ്പാൻ സമ്മതിക്കയില്ല എന്നറിവീൻ. ഇനിയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങി ഇരിക്കുവീൻ എന്ന് കർത്താവ് പറഞ്ഞ് ഇനി ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഉപമയാണ്. ആ ഉപമയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവമായ കർത്താവ് ഉപമയിലൂടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒന്നിച്ച് ഇത് പഠിക്കാം. നിങ്ങളുടെ ഏതെങ്കിലും അഭിപ്രായങ്ങളോ സജഷനുകളോ ഉണ്ടെങ്കിൽ ഇമെയിലിൽ കോണ്ടാക്ട് ചെയ്യുക. ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഇമെയിൽ കോണ്ടാക്ട് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഉണർന്നിരിക്കുന്ന ദാസന്മാർ, വാച്ച്ഫുൾ സെർവൻറ്റ്. ഉണർന്നിരിക്കുന്ന ദാസന്മാർ ലൂക്കോസിന് സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോണം. ഇപ്പോൾ വായിച്ച അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഉപമയുടെ ബാക്കി ഭാഗങ്ങളാണ്. നിങ്ങളുടെ നിക്ഷേപമുള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും. നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും ഇരിക്കട്ടെ. നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും. നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഒരു $2000 നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെന്നിരിക്കട്ടെ. 10,000 ബാക്കി കിടന്നെന്ന് പറഞ്ഞെന്നുണ്ടാലും പ്രശ്നമില്ല. നിങ്ങളുടെ വീട്ടിൽ $2000 ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ചർച്ചിൽ പോയാൽ നിങ്ങൾക്ക് സ്വസ്ഥതയുണ്ടോ? നിങ്ങൾ വെളിയിൽ പോയാൽ, കടയിൽ പോയാൽ നിങ്ങൾക്ക് സ്വസ്ഥതയുണ്ടോ? സമാധാനമുണ്ടോ? ഇല്ല. അയ്യോ, വീട്ടിൽ അതെവിടെ വെച്ചേക്കുന്നത്? അച്ഛാ, അത് ശരിയായിട്ടാണ് വെച്ചേക്കുന്നത്. അതെവിടെയാണ് വെച്ചേക്കുന്നത്? സൂക്ഷിച്ചോ? എവിടെയാ? അടച്ചോ? സൂക്ഷിച്ചോ? എവിടെയാ? എന്തെല്ലാമാണ് ചോദ്യം എന്നറിയാം. കാരണം അവരുടെ ഹൃദയം മുഴുവനും, അച്ഛൻ്റെ അമ്മാമ്മയുടെ ഹൃദയം മുഴുവനും എവിടെയാണെന്നറിയാമോ? അതിനകത്തിലാണ്. ഏത് നിക്ഷേപം ഇരിക്കുന്നിടത്താ? ഇനി ഞാൻ ചോദിക്കട്ടെ, എന്തിലാണ് നമ്മൾ നിക്ഷേപം സ്വരൂപിക്കുന്നത്? ഉണർന്നിരിക്കുന്ന ദാസന്മാർ. അടുത്ത ഭാഗത്തേക്ക് കിടക്കുകയാണ്. 36 മുതൽ 41 വരെ. യജമാനൻ കല്യാണത്തിന് പോയി വന്ന് മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരുമെന്ന് കള്ളത്ത് നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിപ്പീൻ. എന്തിനാണ് ആദ്യം ഞാൻ മറ്റേത് വായിച്ചത്? ഉടയവൻ മടങ്ങി വരും. ഉടയവൻ, യജമാനൻ മടങ്ങി വരും. വന്നു മുട്ടിയാൽ ഉടനെ തന്നെ ഉണർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ പറയാനിടയായി 10 കന്യകമാരെ കുറിച്ച്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നാളെ മറ്റേ പ്രേരണയിൽ പ്രസംഗിക്കുന്ന ആ കന്യകമാരുടെ ഉപമയാണ്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചോണം. യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. യജമാനൻ വരാൻ നേരമായി കേട്ടോ. വന്നില്ലെന്നുണ്ടെങ്കിൽ എത്രയും വേഗം വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. യേശു കർത്താവ് പറഞ്ഞു, അവൻ വരാൻ താമസിച്ചാൽ ഒരു ഗണവും രക്ഷിക്കപ്പെടത്തില്ല. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് ദൈവമക്കളെ, യജമാനൻ വരാൻ നേരമായി അവൻ വരുമ്പോൾ ഉണർന്നിരിക്കണം. നിങ്ങളെ വിളക്ക് കെട്ടുപോകരുത്. ശുശ്രൂഷ ചെയ്തിരിക്കണം. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നതായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അവൻ അരകെട്ടി അവരെ ഭക്ഷണത്തിന് ഇരുത്തുകയും വന്ന് അവർക്ക്
ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അവൻ 2-ാം യാമത്തിൽ വന്നാലും 3-ാം യാമത്തിൽ വന്നാലും അങ്ങനെ കണ്ട് ചെയ്യുമെങ്കിൽ അവർ ഭാഗ്യവാന്മാർ. കള്ളൻ ഇന്ന നാഴികയിൽ വരുന്നു എന്ന് വീട്ടുടയവൻ അറിഞ്ഞിരുന്നു എങ്കിൽ അവൻ ഉണർന്നിരുന്ന് തന്റെ വീട് തുറപ്പാൻ സമ്മതിക്കയില്ല എന്നറിവീൻ. നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഉണർന്നിരിപ്പീൻ. ഉടനെ ചോദിക്കുന്ന ചോദ്യം കേട്ടണം, കർത്താവേ ഈ ഉപമ ഞങ്ങളോടോ എല്ലാവരോടും കൂടെയോ എന്ന് പത്രോസ് ചോദിച്ചതിന്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ബാക്കി ഭാഗം, അതിൻ്റെ അടുത്ത വാക്യം കൂടെ ഒന്ന് വായിക്കട്ടെ. ഞാൻ 42-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 42-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. പത്രോസ് ചോദിച്ചതിന് കർത്താവ് പറഞ്ഞത്, തക്ക സമയത്ത് ആഹാരവിധം കൊടുക്കേണ്ടതിന് യജമാനൻ തന്റെ വേലക്കാരുടെ മേൽ ആക്കി വെച്ചിരിക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗ്രഹവിചാരകൻ ആർ. അടുത്ത ഉപമയിലേക്ക് കർത്താവ് കടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. തക്ക സമയത്ത് ദൈവമക്കളെ, ഏത് സമയത്ത് വന്നാലും ഉണർന്നിരിക്കുവാൻ നമ്മളോട് ഇന്ന് കർത്താവ് ആജ്ഞാപിക്കുന്നു. ഏത് സമയത്ത് വന്നാലും നമ്മൾ റെഡിയാണോ? ഏതിലാണ് നമ്മുടെ നിക്ഷേപം സ്വരൂപിച്ചു വെച്ചിരിക്കുന്നത്? സ്വർഗത്തിൽ പോകുന്ന വിഷയത്തിലാണോ അതോ ഭൂമിയിലുള്ള നിക്ഷേപത്തിന് പുറകെയാണോ? ഇന്നെല്ലാവരും ഓടുന്നത് എന്തിൻ്റെ പുറകെയാണ്? കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു, അതിൽ ലക്ഷ്യമാക്കിയാണോ ഓടുന്നത് അതോ ഈ ഭൂമിയെ ലക്ഷ്യമാക്കിയാണോ ഓടുന്നത്? അവൻ വന്ന് മുട്ടിയാൽ വാതിൽ തുറന്നു കൊടുക്കുവാൻ നമ്മൾ റെഡിയാണോ? ഈ 4 ഉപമയിൽ കൂടി നമ്മൾ കേട്ടത്, ഇപ്പൊ കേട്ടത്, കർത്താവ് വന്ന് മുട്ടിയാൽ നമ്മൾ റെഡിയാണോ? പ്രൈസ് ദി ലോർഡ്. അതിന് മുമ്പേ കേട്ടത്, സ്തോത്രം, മൂഢനായ ധനവാൻ, ഈ ലോകത്തിന് വേണ്ടി ഓടുന്നവനാണോ ഞാൻ? ഈ ലോകം സമ്പാദിക്കുന്നതിന് വേണ്ടി, ലോകം ലോകം മുഴുവനും നേടുന്നതിന് വേണ്ടി ഓടുന്നവരുടെ കൂട്ടത്തിലാണോ ഞാൻ? ആ 2-ാമത്തെ ഉപമയെ പറഞ്ഞത്, പാപം ക്ഷമിച്ചു കിട്ടിയവരുടെ കൂട്ടത്തിലാണോ അതോ പരീക്ഷന്റെ കൂട്ടത്തിലാണോ ഞാൻ? ഏത് കൂട്ടത്തിലാണ് ഞാൻ? ആദ്യത്തേത്, വചനം കേട്ട് ചെയ്യുന്നവരുടെ കൂട്ടത്തിലോ ചെയ്യാത്തവരുടെ കൂട്ടത്തിലോ, ബുദ്ധിയുള്ളവരുടെ കൂട്ടത്തിലോ ബുദ്ധി ഇല്ലാത്തവരുടെ കൂട്ടത്തിലോ, ഏത് കൂട്ടത്തിലാണ് ഞാൻ? വചനം കേട്ട് ചെയ്യുന്നവരുടെ കൂട്ടത്തിലാണോ ഇന്ന് ഞാൻ? അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്, വേറൊരാളല്ല, ഉപദേശിമാരല്ല, മറ്റാരുമല്ല. അല്ല, ഈ ലോകത്തിന്റെ പുറകെ പോയി പാപത്തിൽ ജീവിക്കുന്നവരാണോ? എന്നാൽ യേശുവിന്റെ അടുക്കൽ വന്ന് അവന്റെ കാൽപാദത്തിൽ വന്ന് കരഞ്ഞാൽ നിന്റെ പാപമോചനം നിനക്ക് ലഭിക്കും. ഏത് കൂട്ടത്തിലുണ്ട്? നീതീകരണം പ്രാപിച്ചവരുടെ കൂട്ടത്തിലോ പരീശന്മാരുടെ കൂട്ടത്തിലോ പാപിയുടെ കൂട്ടത്തിലോ? ഏത് കൂട്ടത്തിലാണ് നീ ഇന്ന്? പ്രൈസ് ദി ലോർഡ്. ഏത് കൂട്ടത്തിലാണ് നീ ഇന്ന്? ലോകപരമായി സമ്പാദിക്കുകയാണോ അതോ ദൈവിക വിഷയമായി സമ്പന്നരാകാൻ ശ്രമിക്കുകയാണോ? ഏത് കൂട്ടത്തിലാണ് നീ ഇന്ന്? ഉണർന്നിരിക്കുന്നവരുടെ കൂട്ടത്തിലോ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിലോ അതോ ഈ ലോകത്തിലുള്ള വിഷയങ്ങൾക്ക് വേണ്ടി സമ്പാദിക്കുന്നതിന് വേണ്ടി ഓടുന്നവരുടെ കൂട്ടത്തിലോ? അരകെട്ടിയും വിളക്ക് കത്തിച്ചു കൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിലോ? നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. നമ്മളെ തന്നെ ശോധന ചെയ്ത് കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കാം. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു.